ഹലോ, ഞങ്ങൾ ഇന്ന് എമി കിച്ചു ഒരു ഹായ് പറഞ്ഞേരെ. പീരിക്കുഞ്ഞിനെ കാണാൻ കൂടിയില്ല. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ലോക്ക്ഡൌൺ വന്നതിന്റെ അതെ, ഒന്ന് എന്തിനായിരുന്നു നമ്മൾ വന്നത് ശരിക്കും? നമ്മൾ വന്നത് ബേക്കിങ്ങിന്റെ ഐറ്റംസ് വാങ്ങിക്കാൻ ഹോം സ്റ്റോറിൽ പോയി കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു. വന്നപ്പോൾ എല്ലാവർക്കും വിശന്നു. അപ്പം ഞങ്ങൾ മെഗ്ഡി വഴി ഒന്ന് വെറുതെ ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ് വന്നപ്പോൾ ഇവിടുത്തെ ക്യൂ കണ്ടിട്ട് വേണമെന്ന് പറഞ്ഞു. അതെ, അങ്ങനെ കേറിയതാണ്. പക്ഷെ ക്യൂ നോക്കണ്ടേ മക്കളെ. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇത് ഈ കീഴയുടെ പുറകിലാണ് നമ്മൾ കിടക്കുന്നത്. പക്ഷെ അങ്ങോട്ട് വളഞ്ഞ് വളഞ്ഞ് ചെല്ലുമ്പം നോക്കിയോ, ആ സ്ഥലത്ത് നമുക്ക് എത്തണം, എന്നാലേ ഓർഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിലൂടെ കറങ്ങി വരണം. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ പോയി. അതെ, ഇത് കണ്ടോളൂ, ഇതാണ് ക്യൂ. എല്ലാരും മക്തിയിൽ ആഘോഷിക്കാൻ ഇറങ്ങിയേക്കുവാണ്. ഒന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേനും എല്ലാവർക്കും ഒത്തിരി കാലമായിട്ട്, കാരണം ഇവിടെ പ്രത്യേകിച്ച് ഇവിടെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡെയിലി ബേസിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പം അവർക്കതങ്ങ് കഴിക്കാഞ്ഞിട്ടേ ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് ഞങ്ങൾക്ക് വിശപ്പിന് അധികമായതുകൊണ്ടാണ് നമ്മൾ വന്നത്. ഞങ്ങള് ഇവിടെ ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോ ഒരു ഏകദേശം ഒരു പകുതി എത്തിയോ, നമ്മള് ഒരു പകുതി വഴിക്ക് എത്തി. ഇനിയും ഉണ്ട് കുറേ കാറുകൾ ഞങ്ങൾക്ക് മുമ്പില്. ഇവർക്ക് എന്തിന്റെ സൂക്കേടാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന്റെ കേറിപ്പോയില്ലേ, ഇനിയിപ്പോ തിരിച്ചിറങ്ങാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ സ്റ്റക്കായി പോയി. അതുകൊണ്ട് എന്തായാലും വാങ്ങിച്ചിട്ട് പോകുന്നുള്ളൂ. ബൈ ദ ടൈം അപ്പം ഞങ്ങൾ ഓർത്തു ഈ ലോക്ക്ഡൌണിനെ കുറിച്ചൊന്ന് സംസാരിക്കാൻ. അതായത് അയർലൻഡിൽ എങ്ങനെയായിരുന്നു ലോക്ക്ഡൌൺ, നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ലോക്ക്ഡൌൺ എങ്ങനെയായിരുന്നു, അത് ഈസായത് എങ്ങനെ എന്നൊക്കെ. ഇപ്പോൾ ഓൾമോസ്റ്റ് നാട്ടിലെ എല്ലാ ഷോപ്സും ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെയല്ലേ? ഓപ്പൺ ആയിട്ടുണ്ട് പറഞ്ഞു. പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ 5 ഫേസസ് ആയിട്ടാണ് ഈ ലോക്ക്ഡൌൺ ഇളവുകൾ അവർ പ്രഖ്യാപിച്ചത്, ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. അതിൽ ഫേസസ് ആയിട്ട് തിരിച്ചിട്ട് 5 ഫേസസ് ആണ്. അതിലിപ്പം നമ്മൾ കടന്നു പോകുന്ന 2ാമത്തെ ഫേസിലൂടെയാണ്. ഫേസ് 1 മെയ് എന്ന് മുതലായിരുന്നു. ഫേസ് 1 എന്ന് പറയുന്നത് മെയ് 8 മുതൽ ജൂൺ 8 വരെയായിരുന്നു. ജൂൺ 8 മുതലാണ് ഫേസ് 2 സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ഫേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിമിതമായ മൂവ്മെന്റ്സ് മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. അതായത് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ 2ാമത്തെ ഫേസ് ആയപ്പോഴത്തേക്കും ചെറിയ ചെറിയ ഔട്ട്ലെറ്റ്സ് ഒക്കെ, റീറ്റെയിലേഴ്സ് ഔട്ട്ലെറ്റ്സ് ഒക്കെ തുറന്നു. പക്ഷെ അതിന് വളരെ കർശനമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തുകൊണ്ട്, അതായത് കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ ഷോപ്പിലുള്ള ആളുകൾക്കും പരമാവധി സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ആണ് എല്ലാ ഷോപ്സിലും ഉണ്ടല്ലോ. അതായത് എക്സിറ്റും എൻട്രിയും ഒക്കെ സെപ്പറേറ്റ് വേ കൊടുത്തിട്ട്. അപ്പോൾ ഈവൻ മെഗ്ഡി, ഇപ്പം ഞങ്ങൾ മെഗ്ഡിയിലാണ് നിൽക്കുന്നത്. അപ്പം മെഗ്ഡിയിൽ തന്നെയും ഇപ്പം നമുക്ക് അവിടെ പോയിരുന്ന് കഴിക്കാനൊന്നും പറ്റില്ല. ഇത് ഡ്രൈവ് ത്രൂ മാത്രമാണ്. അത് നമ്മൾ വന്ന് കളക്ട് ചെയ്ത് പോകണം. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഒരു ലോക്ക്ഡൗൺ ഒന്ന് ഈസ് ആയപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ആരും തന്നെ വീട്ടിലിരിക്കുന്നില്ലാത്തൊരവസ്ഥയാണ് അല്ലേ. ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും പുറത്ത് തന്നെയാണ്. കാരണം ഇവിടേക്ക് എന്ന് പറഞ്ഞാൽ അയർലൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർ എപ്പോഴും ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു കൺട്രിയാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് ഫ്രീഡം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അവർ റെസ്ട്രിക്ഷനിലൂടെ അവർ ഇങ്ങനെ ആ ഒരു പീരീഡിലൂടെ അവർ കടന്നു പോയപ്പോൾ അവർക്ക് വളരെയധികം വിഷമങ്ങൾ, എനിക്ക് തോന്നുന്നു കുറേ ഡിഫിക്കൽട്ടീസ് അവർ ഫേസ് ചെയ്തിട്ടുണ്ടാവണം. നമ്മളെപ്പോലെ അല്ല. അപ്പോൾ ഇപ്പം ഇങ്ങനെയൊന്ന് ഈസ് ആയപ്പോഴത്തേക്കും ഒരുപാട് ആളുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. സോ ഇപ്പം നമ്മളും ഫേസ് 2 കഴിഞ്ഞിന് ഫേസ് 3 അങ്ങനെ ഓരോ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്പം ഞങ്ങളെല്ലാവരും നേഴ്സസ് ആണ്. സോ ഹെൽത്ത് കെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആകാംക്ഷയുണ്ട്. കാരണം എങ്ങനെ പോകും, ഈ കേസസ് ഒക്കെ ഇപ്പോൾ കുറച്ച് കുറഞ്ഞു വന്നായിരുന്നു, ഇനി അത് എങ്ങനെയാകും എന്നതിനെ കുറിച്ചൊക്കെ അല്ലേ ജാനകി? സത്യം, ഇതിപ്പോൾ നമ്മൾ കുറേ റെസ്ട്രിക്റ്റഡ് ആയിരുന്ന സമയത്ത് നമുക്ക് അത്രയും ഒരു ടെൻഷൻ ഇല്ലായിരുന്നു. ഇപ്പോൾ ആൾക്കാർ കൂടുതൽ പുറത്ത് പോകുമ്പോൾ മിംഗ്ലിങ് കൂടുതലാകുമ്പോഴത്തേനും എല്ലാ കൺട്രിയിലെയും പോലെ ഇവിടുത്തെ മാത്രമൊന്നുമല്ല, നമ്മളിപ്പം കേരളത്തിൽ സംഭവിച്ചതും അത് തന്നെയാണ്. ആൾക്കാർ ഫ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും കൂടുതൽ കേസസ് വന്നു. അപ്പം അതുപോലെ ഇവിടെയും കൂടുതൽ മിംഗ്ലിങ് വരുമ്പോൾ കൂടുതൽ കേസസ് വരാനുള്ള സാധ്യതയുണ്ട്.
നമ്മുടെ ബാഗിൽ നിന്ന് വീണതാ. ബാനർ വെച്ചിട്ടുണ്ട് മീൻ എന്താന്നൊക്കെ ഉള്ളത് പറയാൻ. പിന്നെ ആ ഓർഡർ ഇതിന്റെ അവിടെ ഒരു ബോർഡും ഉണ്ട്. പക്ഷേ എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നത് എന്നുള്ളത് സത്യത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഓർഡർ ഹിയർ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ബോർഡിന്റെ അവിടെ ഓർഡർ എടുക്കാനുള്ള സംവിധാനം. ഹാപ്പി മീൽസ്, one happy meal, sorry, both happy meals with chicken nuggets please. Yes. 2 quarter pounder burgers. Sorry, there are 2 happy meals, right? One Two. with nuggets and another one. Other one as well as nuggets, both nuggets. Yeah. And 1 quarter pounder burger. Meal or only the quarter pound? Meal. 1 quarter pounder meal. And That's regular. sorry, That's or regular. regular. Yeah, and drink. Drinks Coke please. Okay. And 1 quarter pounder alone, no, not meal. Okay. And then 1 mac chicken burger meal. Meal or only the much? Meal, mac chicken meal. That's a regular. Regular. And drink for that? Coke please. Yeah. And sauce for the nuggets, the happy meal? Sorry. The sauce for the nuggets? Yes, ketchup please. Mayonnaise. Can I get mayo as well? Yeah, one moment. Okay. And with drink for the happy meal? Drink for the happy meal. What drink do you want? Water? Sorry. A milkshake please. A milkshake, vanilla milkshake. We don't have milk. Sorry. We don't have milk. They don't have Okay, so milkshake. what else? Okay. 2 mayo dips, some 2 mayo. Is that One moment. yeah? Yeah, okay. Anything else? No, fine, that's it. Alright, it's 28 in the next window. Thank you. Thank you. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് ഓർഡർ എടുത്തേക്കുന്നതെന്ന്. അപ്പൊ അങ്ങനെയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് കൗണ്ടറിൽ പേ ചെയ്യണം അവര് പറഞ്ഞേക്കുന്നത്. അതെ. അപ്പൊ കാർഡ് റെഡിയാക്കി ഞാൻ വെച്ചിരിക്കുവാണ്. ഓക്കെ. ഒരു പുള്ളിക്കാരത്തെ ഒന്ന് കൈ നീട്ടി. നമുക്ക് റെസീപ്റ്റ് അങ്ങനെ ഒന്നുമില്ല, ഒരു കോഡ് അങ്ങനെ ഒന്നുമില്ല. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അവർക്ക് അറിയായിരിക്കും ഓരോ വണ്ടികൾ വരുന്നതിനനുസരിച്ച്. ജസ്റ്റ് നമ്മൾ പോകുന്നു, നമ്മുടെ പൈസയാണ് കാണിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു, നമ്മൾ ചെല്ലുന്നു. ഹലോ. That's right. Welcome. അപ്പോൾ അവിടെ പേ ചെയ്തു, ഇനി സാധനം കളക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ അവിടെ എത്തി അറ്റ് ലാസ്റ്റ്. അതെ, ഇത് എവിടെ കൊണ്ട് വെച്ച് തിന്നു ഇത്ര കഷ്ടപ്പെട്ടിട്ട്. കിച്ചുകുട്ടൻ പറയാണ്, അതായത് ഇപ്പൊ എങ്ങനെ എവിടെ നിന്ന് ഞങ്ങൾ കഴിക്കും എന്നാണ് ഞങ്ങളുടെ ഇപ്പൊ കൺഫ്യൂഷൻ. അപ്പൊ കിച്ചുവിന്റെ ഒരു സജഷൻ, അതായത് ജാനു ഡ്രൈവ് ചെയ്യും, അപ്പോൾ അവരെല്ലാരും കഴിക്കും, നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ ജാനുവിനെ ഫീഡ് ചെയ്യണം. നല്ല ഐഡിയ അല്ലേ? അതത്ര നല്ല ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ബാക്കി എല്ലാവരുടെയും വയറ്റിൽ പോയതിനു ശേഷമേ എന്റെ വയറ്റിലേക്ക് പോവുള്ളൂ. ഡ്രൈവർമാർക്ക് എപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇപ്പൊ വണ്ടി നിർത്തും. വണ്ടി ഞാൻ ഇപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യും. പാർക്കിംഗ് ഉണ്ടോ? അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് ഒരു പാർക്കിംഗ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇനി ഇതൊന്ന് കഴിക്കാൻ പോവാണ്. അപ്പോൾ അതെ, അപ്പൊ നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അതെ, ഇനിയിപ്പോ ഞങ്ങൾ ആക്കാന്ന് വിളിച്ച് കഴിക്കുന്നത് നിങ്ങൾ കാണണ്ട. എമിയെ അപ്പൊ നമ്മള് ബൈ ഫോർ ദ ടൈം ബീയിങ്. അതെ, പിന്നെ കാണാം. സോ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. യെസ്, ആൻഡ് ഓൾസോ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതെ. അപ്പോൾ വീണ്ടും കാണും വരേക്കും വണക്കം.